നിങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കണം. അതിലുണ്ടാകും ഞാൻ സീനിയാരിറ്റിയായി. അപ്പൊ നിങ്ങളെ തടയണ വണ്ടിയാണ്. ഞാൻ എടുക്കൂല, നിങ്ങളല്ലല്ലോ തീരുമാനിക്കണത്. കഴക്കൂട്ടം മണ്ഡലത്തിലെ കാട്ടായിക്കോണം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് രജനി. പതിവ് പോലെ ഓട്ടോയുമായി സ്റ്റാൻഡിലെത്തി. അപ്പോഴാണ് വിലക്കറിയുന്നത്. നവകേരള പരിപാടി പങ്കെടുത്തില്ലെങ്കിൽ ഓട്ടോ എടുക്കാൻ നിങ്ങളാ തീരുമാനിക്കണം. കഴക്കൂട്ടത്ത് നടന്ന നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതാണ് കാരണം. പരാതിയുമായി രജനി മുന്നോട്ട് പോയാൽ ചുമട്ടുതൊഴിലാളിയായ സഹോദരൻ രാജേഷിനെ ജോലിക്ക് കയറാൻ അനുവദിക്കില്ലെന്ന ഭീഷണി വേറെ. 6-7 വർഷം കൊണ്ട് അദ്ദേഹം ഇതിലായിട്ട് യൂണിയനിലുണ്ട്. പക്ഷേ ബാഡ്ജും മറ്റു കാര്യം ഇവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇപ്പോൾ പറയുന്ന അദ്ദേഹത്തിന് ചുമട്ടുതൊഴിലാളി ഇന്ന് നീ കേസുമായിട്ട് മുന്നോട്ട് പോയി ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവനെ ഞങ്ങൾ ഇവിടെ കയറ്റൂലെന്നൊക്കെയാണ് പറയും. ഇതെന്ത് ചെയ്യുന്നത്? ആധിപത്യം എന്ന് ഇട്ടാൽ നമുക്കറിഞ്ഞുകൂടാ. വർഷങ്ങളായി CITU അംഗമാണ് രജനി. സുഖമില്ലാത്തതിനാൽ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ 8 വർഷമായി കാട്ടായിക്കോണം സ്റ്റാൻഡിലാണ് രജനി ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.